നാദിർഷ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ അമർ അക്ബർ അന്തോണിയിലെ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രത്തിന്റെ ചിത്രം വെച്ച് ട്രോൾ പോസ്റ്റുമായി VT ബൽറാം MLA രംഗത്ത്. നെഞ്ചിൽ കൈവച്ചു നിൽക്കുന്ന ഇന്ദ്രജിത്തിന്റെ ചിത്രത്തിനൊപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശദീകരണങ്ങൾ കൂടി നൽകിക്കൊണ്ടാണ് ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇത് ഇന്ദ്രജിത്ത്, സുകുമാരന്റെയും മല്ലികയുടെ മകൻ, പൃഥ്വിരാജിന്റെ ചേട്ടൻ, പൂർണിമയുടെ ഭർത്താവ്. നല്ല അഭിനയമാണ്, നന്നായി പാടുകയും ചെയ്യും. ചുമ്മാ ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈപ്പൻ ബാബച്ചു മുതൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഫാനായെന്നും ബൽറാം ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നു. അതേസമയം ട്രോൾ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നാലെ വടകരയിൽ ജയരാജനെതിരെ സ്ഥാനാർത്ഥിയായി എത്തുന്ന കെ മുരളീധരനുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ട്രോൾ പോസ്റ്റ് എന്നാണ് താഴെ വരുന്ന കമന്റുകൾ. കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവുന്നെന്ന വാർത്തയറിഞ്ഞ ജയരാജന്റെ അവസ്ഥയാണിതെന്ന് കമന്റിൽ അഭിപ്രായപ്പെടുന്നു. വടകരയിൽ പി ജയരാജൻ മത്സരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ മുതൽ ബൽറാമും സജീവമായി രംഗത്തുണ്ട്. ഇന്നലെ ജയരാജന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒട്ടിച്ച പോസ്റ്ററിനെ ട്രോളിയായിരുന്നു ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകും. IA ഗ്രൂപ്പുകൾ സീറ്റിന്റെ പേരിൽ പൊറാട്ട് നാടകം കളിക്കുമ്പോഴാണ് കോൺഗ്രസ് അധ്യക്ഷൻ ശക്തമായ നടപടിയെടുത്തത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും അദ്ദേഹം മത്സരിക്കാനില്ലെന്ന് ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് പലരെയും പരിഗണിച്ചിരുന്നു. അതിനിടെയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതോടെ ശക്തനായ സ്ഥാനാർത്ഥിയെ വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. പ്രാദേശിക നേതാക്കളായ പ്രവീൺ കുമാറിനെയും ബിന്ദു കൃഷ്ണ, സജീവ് മറോളി തുടങ്ങിയവരെ പരിഗണിച്ചെങ്കിലും പ്രവർത്തകർ ഇവർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. കോഴിക്കോട് MP ആയിരുന്ന മുരളീധരന് വടകരയിൽ നല്ല ബന്ധമുണ്ട്. അതുകൂടി ആലോചിച്ച ശേഷമാണ് മുരളിയോട് മത്സരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടത്. പി ജയരാജനെതിരെ മത്സരിക്കാൻ പല കോൺഗ്രസ് നേതാക്കളും തയ്യാറായിരുന്നില്ല. മുല്ലപ്പള്ളിയോട് അവസാന നിമിഷം വരെ മത്സരിക്കാൻ രമേശ് ചെന്നിത്തല അടക്കം ആവശ്യപ്പെട്ടിരുന്നു. ജയരാജനെ തോൽപ്പിക്കാൻ RMP സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. KK രമയായിരുന്നു സ്ഥാനാർത്ഥി. TP ചന്ദ്രശേഖരനെ വധിച്ച കേസിന്റെ ഗൂഢാലോചന നടത്തിയത് ജയരാജനാണെന്നാണ് RMPയുടെ ആരോപണം. അവർക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണിത്. CPM വിട്ട് TP ചന്ദ്രശേഖരൻ RMP രൂപീകരിച്ച ശേഷം 2009-ൽ പി ജയരാജന്റെ സഹോദരി P സതീദേവി തോറ്റിരുന്നു. അതിനു പിന്നിൽ ചന്ദ്രശേഖരന്റെ കളിയാണെന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നാണ് ആക്ഷേപം. ഏറാമല, ഒഞ്ചിയം, ചോറോട് പഞ്ചായത്തുകളിൽ RMPക്ക് നിർണായക സ്വാധീനമാണുള്ളത്. ഒഞ്ചിയം പഞ്ചായത്ത് RMPയാണ് ഭരിക്കുന്നത്. ചോറോട് പഞ്ചായത്ത് RMP ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിലും 2 ആഴ്ച മുൻപാണ് CPM വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളിന്റെ സഹായത്തോടെ ഭരണം തിരിച്ചുപിടിച്ചത്. വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കും വടകരയിൽ വോട്ടുണ്ട്. മുൻ LDF സ്ഥാനാർത്ഥികളായി വീരന്റെ പാർട്ടിക്കാർ മത്സരിച്ചിട്ടുണ്ട്. ഇത്തവണ വടകര സീറ്റ് വീരനും മകൻ ശ്രേയാംസ് കുമാറും ചോദിച്ചെങ്കിലും CPM നൽകിയില്ല. അതിനാൽ LDFൽ അടിയൊഴുക്കുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. അവർക്ക് 40,000 വോട്ടുകളാണ് ഇവിടെയുള്ളത്. അതിനാലാണ് മുല്ലപ്പള്ളി പിന്മാറിയതെന്ന് അറിയുന്നു. RMPക്ക് 30,000-ലധികം വോട്ടുമുണ്ട്. എന്തായാലും ശക്തമായ മത്സരമായിരിക്കും നടക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.